നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നിങ്ങളുടെ ആവേശത്തിന് നമ്മുടെ ചാനലിൻ്റെ പ്രൈം മെമ്പർഷിപ്പിലേക്ക് നിങ്ങൾ ഇത്ര വേഗത്തിലെത്തുന്നതിന്, ഒരുപാട് ആളുകൾ എത്തുന്നതിന് ഒക്കെ ഒരുപാട് നന്ദി. ഇനി വരാൻ പോകുന്നവർക്കും നന്ദി. നോക്കൂ കൂട്ടുകാരെ, 119 രൂപയാണ് നമ്മളുടെ പ്രൈം മെമ്പർഷിപ്പിൻ്റെ സിൽവർ പാക്കേജിലേക്കുള്ള ഒരു ബിരിയാണിയുടെ കാശ്. അൺലിമിറ്റഡ് വിസ്ഡം, അതാണ് നമ്മളവിടെ ഓഫർ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കട്ടെ. ഇവിടെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണല്ലേ. നമ്മുടെ ക്ലബ് മെമ്പർഷിപ്പിൽ നമ്മൾ 48 നിയമങ്ങൾ ചർച്ച ചെയ്യാൻ പോകുമ്പോൾ അതിലെ ഒരു നിയമം ലോ ഓഫ് അട്രാക്ഷൻ ഇവിടെ ഒരു അഡ്വാൻസ് കോഴ്സായിട്ട് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ ഒരു ഒറ്റ നിയമം നിങ്ങളുടെ ജീവിതം മാറ്റം വരുത്തും. അപ്പോൾ ആ മാറ്റം വരുന്നതിന് ഒരു നന്ദി സൂചകമായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ പർച്ചേസ് ചെയ്യണം കേട്ടോ. ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ, നിങ്ങളുണ്ടാക്കുന്ന എക്സ്ട്രാ വരുമാനത്തിൻ്റെ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ നല്ല കാര്യത്തിന് ഒരു ദക്ഷിണ പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നത്തിങ് ഈസ് ഫ്രീ ഇൻ ദിസ് വേൾഡ്. ഞങ്ങൾ ഒരുപാട് റിസർച്ചുകളും ഒരുപാട് പഠനങ്ങളും ഒരുപാട് ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഇന്ന് സ്വീകരിക്കണം. അതാണ് നിയമം. അതുകൊണ്ടാണ് വലിയ സന്യാസിമാരൊക്കെ ഈ ദക്ഷിണ സ്വീകരിക്കുക. ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് ഒരു എനർജി തിരിച്ചിങ്ങോട്ട് സ്വീകരിച്ചിരിക്കണം. അങ്ങനെ തരാനുള്ളൊരു കഴിവിലേക്ക് നിങ്ങളെ ഈ പ്രപഞ്ചം ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ലോ ഓഫ് അട്രാക്ഷൻ്റെ 2ാമത്തെ സെഷനാണിത്. ഇതിങ്ങനെ തുടർ സീരിയസ് ആയിട്ടുണ്ടാവും കേട്ടോ. ഇന്ന് നമ്മളിവിടെ പരിശോധിക്കുക ഈ ആകർഷണ നിയമത്തിൻ്റെ, ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക്സ് ആണ്, അടിസ്ഥാന കാര്യങ്ങളാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് നമ്മൾ കഴിഞ്ഞ എഡീഷനിൽ പഠിച്ചു. ആ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് വേണം ഇതൊന്ന് കാണാനായിട്ട്. നോക്കൂ, നമ്മുടെ ചിന്തകൾക്ക് ശക്തി ലഭിക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാവുക. നമ്മുടെ ചിന്തകൾക്ക് എനർജി ഉണ്ടായാൽ അവ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപിക്കപ്പെടും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങളെ ആകർഷിക്കുകയും ചെയ്യും. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ ഇത് വിശദീകരിച്ചു തരാം. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാറിൽ പോകുന്നു, നമ്മൾ അതിൽ റേഡിയോ പ്ലേ ചെയ്യാറുണ്ട്. നമ്മുടെ റേഡിയോയിൽ എന്ത് പാട്ട് കേൾക്കണമെന്ന് തീരുമാനിക്കുന്നത്, ഏത് ചാനൽ പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് റേഡിയോ മാങ്കയാണോ, ക്ലബ് എഫ് ആണോ, റെഡ് എഫ് ആണോ? ആരുമല്ല, നമ്മളാണ്. റെഡ് എഫ് എമ്മിൽ എന്ത് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന സ്വാതന്ത്ര്യം റെഡ് എഫ് എമ്മിനാണ്. അത് ഞാൻ അംഗീകരിച്ചു. പക്ഷേ അത് നമ്മുടെ റേഡിയോയിൽ പ്ലേ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മളെങ്ങനെയാണ് തീരുമാനിക്കുക? നമ്മൾ അതിൻ്റെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യും. ക്ലബ് എഫിന് ഫ്രീക്വൻസി ഉണ്ട്, റെഡ് എഫ് എമ്മിന് ഫ്രീക്വൻസി ഉണ്ട്, റേഡിയോ മാങ്കയ്ക്കുണ്ട് അല്ലേ. ഈ ഫ്രീക്വൻസി നമ്മൾ ട്യൂൺ ചെയ്യുമ്പോൾ നമുക്കിതിവിടെ കേൾക്കും. അപ്പോൾ നമ്മൾ എന്ത് ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുന്നോ ആ ചാനലാണ് നമ്മൾ കേൾക്കുക എങ്കിൽ ലൈഫിനും ഇത് ബാധകമാണ്. നമ്മുടെ ചിന്തകളുടെ ഫ്രീക്വൻസി എന്താണോ ഈ ഫ്രീക്വൻസി അതാണ് പോയിട്ട് എന്ത് ചെയ്യുക? അനുഭവങ്ങളെ വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ അനുഭവങ്ങൾ മാറണമെങ്കിൽ ചിന്തകളുടെ ഫ്രീക്വൻസി മാറണം. സിമ്പിളാണ് വിഷയം. വിധി മാറണമെങ്കിൽ വിത മാറണം. വിത എന്നാൽ വിത്ത് എന്നാണ് അർത്ഥം. വിത്ത് മണ്ണിനടിയിലാണ്. മണ്ണിനടിയിലുള്ളത് മാറിയാലേ മണ്ണിന് മുകളിലുള്ളത് മാറൂ. മനസ്സിലുള്ളത് മാറിയാലേ അനുഭവങ്ങൾ മാറൂ. അങ്ങനെയെങ്കിൽ വിധിയെ സൃഷ്ടിക്കാൻ പറ്റും. വിധി മാറ്റാൻ നോക്കണ്ട, വിധ മാറ്റാൻ നോക്കിയാൽ മതി. ഒരു നിമിഷം ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹത്തെ വ്യക്തമായി ശ്രദ്ധയോടെ ചിന്തിച്ച് അത് ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ ആഗ്രഹം സഫലമാവുമോ? ഉത്തരം അതെയെന്നാണ്. എല്ലായ്പ്പോഴും സഫലമാകും. കാരണം ഈ നിയമം എപ്പോഴും അനുസരിക്കപ്പെടണം. ചിലപ്പോൾ യാഥാർത്ഥ്യമാവും, അങ്ങനെയില്ല. ഇതെല്ലാം ഇപ്പോഴും യാഥാർത്ഥ്യമാവും. അത്ര സ്ട്രോങ് നിയമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആകർഷണ നിയമത്തിൽ ഇതിൽ വിശ്വസിക്കുന്നവർ പറയുന്നു ഈ നിയമം പ്രവർത്തിക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. 1ാമത്തെ ഘട്ടം, ഒരു പേപ്പറും പേനയും എടുക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി തീരുമാനിച്ച് അത് എഴുതി വെക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ്. വ്യക്തതയില്ലാതെ എഴുതരുത്. നല്ല ക്ലിയറോടുകൂടി വ്യക്തതയോടുകൂടി എഴുതുക. കാരണം ക്ലാരിറ്റി ഇല്ലാത്ത ആഗ്രഹങ്ങൾക്ക് ഒരു ദിശയില്ല. കുറേ പണമൊന്നും എഴുതരുത്. കൃത്യമായിട്ട് എത്ര വേണോ അത് എഴുതുക. കുറേ വീട് വെക്കണം, വലിയ വീട് വെക്കണം, അങ്ങനെ എഴുതരുത്.
ക്ലാരിറ്റിയുള്ള വീടിൻ്റെ വ്യക്തതയുള്ള വീട് എഴുത്. നല്ല ജോലി കിട്ടണം, അല്ല ഏത് ജോലി വേണം എഴുത്. നല്ല കുടുംബം ഉണ്ടാവണം, ഇല്ല എങ്ങനത്തെ കുടുംബം ഉണ്ടാവണം കൃത്യമായിട്ട് എഴുതി വെക്കുക. സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2, ആ ആഗ്രഹത്തിന് ചിന്ത, വികാരം, സജീവമായ വിഷ്വലൈസേഷൻ, ഉറച്ച വിശ്വാസം എന്നിവ നൽകി ഊർജം നൽകുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എനർജി കൊടുക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അത് നിങ്ങളിലേക്ക് എത്തും എന്ന ആത്മവിശ്വാസം പുലർത്തുക. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്കുള്ളതും വരാതിരിക്കുന്നതിനും വരാനിരിക്കുന്നതിനും നന്ദി പ്രകടിപ്പിക്കുക. നമുക്കുള്ളതിന്, ഇല്ലാത്തതിന്, ഇനി വരാനിരിക്കുന്നതിന് എല്ലാത്തിനും എന്ത് ചെയ്യുക? നന്ദി പ്രകടിപ്പിക്കുക. അത് ഇപ്പോൾ കൈവന്നിട്ടില്ലെങ്കിലും ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി ആ സംഭവത്തെ വേഗത്തിലാക്കും. ഇതാണ് 3 സ്റ്റെപ്പ് പ്രോസസ്സ്. നമുക്കിനി ഈ വെറും സ്വപ്നങ്ങളും തീവ്രമായ ആഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നോക്കാം. ഈ നിയമം ഈ സാധാരണ ആശകളും ഈ സ്വപ്നങ്ങളും മാത്രം നിറവേറ്റില്ല. ഇപ്പോൾ ഒരാൾ തീവ്രമായിട്ട് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത കൂടുക. കാരണം നമുക്ക് പലപ്പോഴും ഈ നല്ല കാര്യങ്ങളിൽ തീവ്രത കുറവായിരിക്കും. മറിച്ച് നമുക്കുള്ള മോശം കാര്യങ്ങളുണ്ടല്ലോ, കടം, പേടി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ തീവ്രത കൂടുതലായിരിക്കും. ഈ നെഗറ്റിവിറ്റിയിൽ തീവ്രത കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നെഗറ്റിവിറ്റി തന്നെ ജീവിതത്തിൽ സംഭവിക്കുക. ഇതേ കാര്യങ്ങളിൽ പോസിറ്റീവിലേക്ക് എത്താനായിട്ട് നമ്മൾ കണ്ടതും കേട്ടതും നമ്മൾ പഠിച്ചതും അറിഞ്ഞതും ഒക്കെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നോക്കൂ, അസാധ്യം പോലും സാധ്യമാക്കുക എന്ന് കേൾക്കുമ്പോൾ ഈ കടങ്ങൾ തീർത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക, അല്ലെങ്കിൽ വിപുലമായ സമ്പത്ത് സൃഷ്ടിക്കുക, ഇതൊക്കെ അസാധ്യമായി ചിലർക്ക് തോന്നും. പക്ഷേ ആകർഷണ നിയമത്തിൻ്റെ മുന്നിൽ ഒന്നും അസാധ്യമല്ല. ഇതിനുള്ള പ്രാക്ടിക്കൽ വഴികൾ ലോകമെമ്പാടും ധനകാര്യത്തിൽ വിജയിക്കാൻ ആളുകളെ സഹായിക്കുന്ന വിവിധ പുസ്തകങ്ങളും മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്കത് വായിക്കാം. അവ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കടബാധ്യതകളെ വിലയിരുത്തുക, ഒരു സ്പഷ്ടമായ സാമ്പത്തിക പദ്ധതി തയ്യാറാക്കുക, അതിലെ ഓരോ ഘട്ടവും നിങ്ങളുടെ മനസ്സിൽ സജീവമായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യുക, റിസൾട്ടിൽ വിശ്വസിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ നിയമത്തിൻ്റെ പരിവർത്തനം വേഗത്തിലാകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടെ ഇരുന്ന് ഈ കടമുള്ളവരൊക്കെ കരയില്ലേ, അയ്യോ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ കൂടി ഇന്ന് കരയാം. അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞവരുടെ കൂടി ഇന്ന് ഒന്നും ശരിയാവില്ല എന്ന് പറയാം. നമ്മുടെ നാട്ടിൻ പുറത്തെ തട്ടിൻ പുറത്ത് കയറിയിരുന്ന് നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരുടെ കുറ്റം പറയാം. പക്ഷേ ജീവിതം മാറില്ല. നിങ്ങൾ ഏതെങ്കിലും മികച്ച ഒരു ആഗ്രഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിമിഷം തന്നെ ഈ പ്രപഞ്ചം നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ തുടങ്ങും. പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പുതിയ സാഹചര്യങ്ങളെ മാറ്റിപ്പണിത് തരും. നിങ്ങളുടെ സാഹചര്യങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള വഴികൾ തുറക്കും. ഈ ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ ആകസ്മികമായ സംഭവങ്ങളെ കൊണ്ടുവന്ന് ഈ പ്രക്രിയയെ വേഗത്തിലാക്കും. നമുക്ക് കടങ്ങളില്ലാത്ത ജീവിതം, പുതിയ സുഹൃത്തുക്കൾ, ഒരു സ്നേഹസമ്പന്നമായ ജീവിത പങ്കാളി, അല്ലെങ്കിൽ മതിവരുന്ന സമ്പത്ത്, പുതുപുത്തൻ കാറ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ജോലി, നിങ്ങളുടെ ആഗ്രഹവും വ്യക്തവും വിശ്വാസവും ഉള്ളതും ഉറച്ചതുമായാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നല്ല സൂക്ഷ്മമായൊരു പദ്ധതി തയ്യാറാക്കി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പ്രപഞ്ചം തന്നെ അനന്തമായ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നുവിടും. അതെന്തു തന്നെയായാലും നിങ്ങളുടെ ചിന്തകളുടെ ശക്തി അതിനെ നിങ്ങളിലേക്ക് എത്തിക്കും. മനോഭാവം മാറ്റുക, ജീവിതം മാറും. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ജീവിതം മാറും. ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീരുമാനിച്ച ഒരാൾക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്: ചിന്തകളുടെ ദിശ മാറ്റുക. നോക്കൂ, നിങ്ങൾ കപ്പൽ മാറ്റാൻ നിൽക്കണ്ട, ഡയറക്ഷൻ മാറ്റിയാൽ മതി, കര മാറും. പലപ്പോഴും നമ്മളെല്ലാം മാറിയിട്ട് എല്ലാം ശരിയായിട്ട് ചെയ്യാൻ നിൽക്കുകയാണ് പല കാര്യങ്ങളും. നോ 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 ചിന്തകളുടെ ദിശ മാറ്റ്, റിസൾട്ട് മാറും. അപ്പോൾ സ്വപ്നങ്ങൾ സഫലമാക്കാനുള്ള അവസരങ്ങൾ നിരന്തരം കടന്നു വരാൻ തുടങ്ങും. ഇപ്പം നിങ്ങളുടെ ഈ സ്വപ്നത്തിൻ്റെ കപ്പലിന് കാറ്റേകുന്നൊരു സാധനമുണ്ട്, അതാണ് പ്രപഞ്ചം. അപ്പം നിങ്ങൾ ഇതേപോലെ പ്രപഞ്ചത്തിന് വലിപ്പമൊന്നും നമുക്കൊന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റുമോ? ഈ പ്രപഞ്ചത്തിന് എത്ര വലിപ്പം എന്നുള്ളത്
നമ്മളതിലെ നമ്മളൊരു മണ്ടരി പോലുള്ള അത്രയും പോലും നമ്മളില്ല അല്ലേ പ്രപഞ്ചത്തിൻ്റെ വലിപ്പമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കാൻ പറ്റിയ ശക്തി അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നേ. ദ ഫീൽഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. നമ്മളതിലേക്ക് അലൈൻ ചെയ്യാൻ പഠിച്ചാൽ മതി. ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ ഈ സ്വപ്ന കപ്പലിൻ്റെ എന്താ പറയുക, അതിൽ നമുക്കാവശ്യമുള്ള ഡയറക്ഷനിലേക്ക് ആവശ്യമുള്ള കാറ്റ് വീശി, കാറ്റടിപ്പിച്ച് നമ്മുടെ കപ്പലിനെ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. പുതിയ അനുഭവങ്ങൾ, അർത്ഥവത്തായ ബന്ധങ്ങൾ, സമ്പത്ത്, സമൃദ്ധി, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ എല്ലാം പ്രപഞ്ചം എല്ലായ്പ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നുണ്ട്. അതിന് ഒരു രഹസ്യം പറയാം, ഒരു താക്കോല് തരാം. അതാണ് നല്ല സെൻട്രലൈസ്ഡ് ഫോക്കസ്. നിങ്ങൾ ഇന്ന് ഇത് ആഗ്രഹിച്ചു, അതിൻ്റെ പുറകെ നിന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വേറെ വിട്ടു, അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഈ ലെൻസ് ഉപയോഗിച്ചിട്ട് കുഞ്ഞുനാളിലെ തീപ്പെട്ടിക്കമ്പ് കത്തിച്ചിട്ടില്ലേ, ഒരു എന്താ പറയുക, ഒരു കണ്ണാടി ഉപയോഗിച്ച്. അപ്പോൾ അതേപോലെ നല്ല ഫോക്കസോടെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ ഫോക്കസിൻ്റെ നിങ്ങളുടെ ചിന്തകൾ സ്പഷ്ടവും സെൻട്രലൈസ്ഡും ആകുമ്പോൾ അതിൽ ശക്തമായ ഊർജവും വിശ്വാസവും കൂടി നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിശ്ചയമായും കൈവരും എന്ന വിശ്വാസം. നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടായിരിക്കരുത്. ഒരിക്കൽ അസാധ്യമെന്ന് തോന്നിയ സ്വപ്നങ്ങൾ പോലും സാധ്യമായ ലക്ഷ്യങ്ങളായി മാറുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം പ്രപഞ്ചം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും കേൾക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, അതിന് അങ്ങനെ തന്നെ അത് പ്രതികരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുവോ അവസ്ഥയോ ചുറ്റിപ്പറ്റി നിങ്ങളുടെ ചിന്തകളെയും വളർത്തുക, അതിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ആഗ്രഹം നിങ്ങളിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരാൻ ഈ പ്രപഞ്ചം പണിയെടുക്കാൻ തുടങ്ങും. നിങ്ങളുടെ തലച്ചോറ് കൂടി ഇതിൻ്റെ കൂടെ കൂടിയാലോ? നിങ്ങളുടെ തലച്ചോറിൻ്റെ ശക്തി എന്താണെന്ന് നിങ്ങൾ അറിയാമോ? നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കാൻ നിങ്ങൾക്കുള്ള ഏറ്റവും ശക്തമായ ഉപകരണം നിങ്ങളുടെ തലച്ചോറാണ്. നോക്കൂ, തലച്ചോറിലെ ഒരു പ്രത്യേക ഭാഗം ഡിഫോൾട്ട് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്ന ഒരു സംവിധാനമുണ്ട്. നിങ്ങളെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ആലോചിക്കാൻ അത് സഹായിക്കും. ഈ കഴിവ് കൊണ്ടാണ് നിങ്ങൾക്ക് സ്വന്തം ജീവിതകഥ വീണ്ടും റീറൈറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതിൽ മാറ്റങ്ങൾ സ്വപ്നം കാണാനും ഡിസൈൻ ചെയ്യാനും കഴിയുന്നത്. മറ്റുള്ളവരുടെ മനോഭാവം മനസ്സിലാക്കി സ്വന്തം ചിന്തകളും പ്രവർത്തനങ്ങളും ശരിയായി അറേഞ്ച് ചെയ്യാൻ കഴിയുന്നത്. ഇതാണ് ബന്ധങ്ങൾ വളർത്താനും ലക്ഷ്യങ്ങൾ നേടാനും നിങ്ങളെ സഹായിക്കുന്ന വലിയൊരു ശക്തി. സോ യു ആർ ബ്ലസ്ഡ്. അനുഗ്രഹപ്പെട്ടിരിക്കുന്നവനാണ്. നമുക്ക് എനർജി ഉണ്ട്, നമുക്ക് സമയമുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ച് ഇതിൻ്റെ ഫോക്കസ് കൃത്യമായിട്ടൊരു ഡയറക്ഷനിലേക്ക് തിരിച്ചു വെച്ച് ഞാനിനി കുറേ ടെക്നിക്കുകൾ തരാം. നിങ്ങളുടെ ഫോക്കസ് കൂട്ടാനുള്ള നിരവധി ടെക്നിക്കുകൾ തരാം. ഈ ടെക്നിക്കുകൾ കൂടി അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നിർത്തൂ. തൽക്കാലത്തേക്ക് ഒരു റിക്വസ്റ്റ് തരട്ടെ. ഈ വൈകുന്നേരത്തെ അന്തിച്ചർച്ചകളിൽ നിങ്ങളൊന്ന് പിൻവാങ്ങാമോ? ഞാനീ പറയുന്നതാണ് സത്യമെങ്കിൽ, നിങ്ങളുടെ ഫോക്കസ് എങ്ങോട്ടേക്കാണോ അതിലേക്ക് നിങ്ങളുടെ ജീവിതം തിരിഞ്ഞ് ഒഴുകി മറിയുമെങ്കിൽ, നിങ്ങൾ ഇങ്ങനെയുള്ള ചർച്ചകളിൽ പെട്ട് നിങ്ങളുടെ ഫോക്കസ് തെറ്റിക്കുകയല്ലേ ചെയ്യുക. എനിക്ക് ഈ ചാനലിനോടൊന്നും ഒരു വിരോധമില്ല കേട്ടോ. മറിച്ച് എൻ്റെ കൺസേൺ നിങ്ങളെക്കുറിച്ചിട്ടാണ്. അത് കാണാൻ ഒരു പണിയില്ലാത്ത കുറേ പേരിരുന്ന് കാണട്ടെ, അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യട്ടെ. നിങ്ങളുടെ അവസ്ഥ അതാണോ? ദ റിയൽ സ്റ്റേറ്റ് എന്താണ്? ഇനിയും ജീവിതത്തിൽ സെറ്റാവാനുണ്ടോ? ഇവർ വന്ന് അതിൽ എന്തെങ്കിലും തരുമോ? ഒരു ചാനലിൻ്റെ ലാഭം കിട്ടുന്നതിൻ്റെ പങ്ക് നിങ്ങൾക്ക് തരുമോ? ഒരു സ്പോർട്സ് താരം, ഒരു കളിക്കാരൻ, അവന് കിട്ടുന്ന കമ്മീഷൻ്റെ ലാഭം നിങ്ങൾക്ക് തരുമോ? ഇല്ല. ഇതെല്ലാം നമുക്ക് വേണം. എപ്പോഴാണ് നിങ്ങൾ പണിയെടുത്ത് വിഷമിച്ച്, നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഫോക്കസ് വിഷമിച്ച്, മനസ്സല്പം റിലാക്സേഷൻ തേടുമ്പോൾ നിങ്ങൾ പോയി ഇതൊക്കെ കണ്ടോളൂ. അല്ലാതെ ഇതെല്ലാം കണ്ടിട്ട് അതിൻ്റെ റിലാക്സേഷൻ സമയത്ത് വന്ന് സ്വപ്നത്തിൻ്റെ പുറകെ പണിയെടുക്കാൻ നിൽക്കരുത്. ലൈഫ് നമ്മുടേതാണ്, മുറുകെ പിടിക്കൂ. അങ്ങനെ നിങ്ങൾ ചലിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ നിൽക്കാനാണ് നമ്മുടെ ചാനലിൽ. കാരണം ഈ ചാനലിൽ വന്ന് എനിക്ക് ബുധനാഴ്ചകളിൽ മാത്രമുള്ള ഈ ചെറിയ ഷോർട്ട് വീഡിയോസിൽ പറയുന്നതിന് പരിധിയുണ്ട്. ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ പൂർത്തിയാക്കി വരുമ്പോൾ എത്ര ആഴ്ച പോകുമെന്നറിയാവോ? നേരെ മറിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ, വളരെ ഏർലി ആയിട്ട് തന്നെ ഇത്തരം വീഡിയോസ് എല്ലാം ആക്സസ് ചെയ്യാൻ, അതുമാത്രമല്ല ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലമായ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ
എനർജൈസ് ചെയ്യാൻ, ഈ എനർജി എങ്ങനെ യൂണിവേഴ്സിനുമായിട്ട് കണക്ട് ചെയ്യാൻ പഠിക്കാൻ, അങ്ങനെ ഒരിക്കലും അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ സാധ്യമാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നിരവധി ടൂളുകൾ അടങ്ങുന്നതാണ് നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ്. 119 രൂപ മാറ്റി വെക്കാവോ? കുറേ കൂടി അറിയണമെങ്കിൽ വലിയ വലിയ ക്ലബ്ബിലേക്ക് പോവുക. എങ്കിലും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യൂ. ഞാൻ പറയുന്നത് വെറുതെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ അപ്പം എന്ത് ചെയ്യുക, മെമ്പർഷിപ്പ് കട്ട് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുക. മറിച്ച് കൊടുക്കാനും പഠിക്കാനും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് ഐശ്വര്യങ്ങൾ കൊണ്ടുവരും. ഞങ്ങളുടെ വാക്ക്. താങ്ക് യു സോ മച്ച്.